Welcome to Carnival. വലിയ ഷോപ്പിംഗ് മോൾ തന്നെയാണ് കാരിഫോർ. ഈ സിറ്റി സെൻറ്റർ ഉള്ളിലെ തന്നെ ഏറ്റവും വലിയ ഹൈലൈറ്റാണ് കാരിഫോർ. അസ്ര നമസ്കാരത്തിൻ്റെ സമയമായതുകൊണ്ട് തന്നെ എനിക്ക് ഇവിടെ നിസ്കരിക്കാനുള്ള പള്ളി ഉണ്ടെന്ന് മനസ്സിലായി. ഞാനങ്ങനെ നിസ്കരിക്കാൻ വേണ്ടി പോവുകയാണ്. ഒരുപാട് എൻട്രൻസുകളുണ്ട്, വലിയ കാർ പാർക്കിംഗ് ആണ്, കുട്ടികൾക്കൊക്കെ ഉള്ള ട്രോളിങ് എല്ലാം ഉണ്ട്. 1 2 3 4 ഫ്ലോർ ഉണ്ട് ഇതിൻ്റെ മുകളിൽ. പ്രയർ റൂം താങ്ക് യു. അങ്ങനെ ഞാൻ പ്രയർ റൂം അന്വേഷിച്ചു. അപ്പോൾ ഒന്നിൽ കൂടുതൽ പ്രയർ റൂമുണ്ട്. അപ്പം നമുക്ക് ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരു പ്രയർ റൂം അവർ പറഞ്ഞു തന്നു. അങ്ങനെ ഞാൻ അസർ നിസ്കരിക്കാനായിട്ട് പ്രയർ റൂമിലേക്ക് പോവുകയാണ്. അപ്പോൾ അത് നിങ്ങളെ പരിചയപ്പെടുത്തി തരണമല്ലോ ഇവിടെ വന്നു കഴിഞ്ഞാലുള്ള വാഷിംഗ് സൗകര്യങ്ങൾ. പ്രയർ റൂം ഓൾവേസ് ലേഡീസ് ആൻഡ് ജെൻസിന് എല്ലാവർക്കും ഉണ്ട്.
ഒരുപാട് ലക്ഷറി ഷോപ്പുകളാണ് സിറ്റി സെൻറ്ററിൻ്റെ ഉള്ളിലായിട്ടുള്ളത്. സ്റ്റാർബക്സ് താഴെയും കണ്ട് മുകളിലും കണ്ടു. ഒരുപാട് ലക്ഷറി ആയിട്ടുള്ള ഷോപ്പുകൾ ഒരുപാട് ഉണ്ട് കാണാൻ, ഒത്തിരി ഉണ്ട് കാണാൻ. അപ്പോൾ ഇവിടെ പ്രയർ റൂം കാണിക്കുന്നുണ്ട്. ഇവിടെ മെയിൽ പ്രയർ റൂമാണ്. അപ്പോൾ നിയർ ഈ ഷോപ്പിൻ്റെ അടുത്താണ്. ഓക്കെ, ഫസ്റ്റ് ഫ്ലോറിൽ. ഓക്കെ ഗൈസ്, മറക്കണ്ട, നമ്മൾ പ്രയർ റൂമിൽ പോയിട്ട് വരാൻ നിസ്കരിച്ചിട്ട്. ഇതാണ് വാഷിംഗ് റൂം, ടോയ്ലറ്റ്. ഇവിടെ ഒന്നു കൊടുക്കാനുള്ള സൗകര്യം. ഇതാണ് പ്രയർ റൂം. മാഷാ അല്ലാഹ്. ഇത് വാഷിംഗ് റൂമാണ്. ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലുള്ള പല രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളെ നമുക്ക് സിറ്റി സെൻറ്ററിൽ അല്ലെങ്കിൽ വലിയ വലിയ ലക്ഷറി മോളിലൊക്കെ വന്നു കഴിഞ്ഞാൽ കാണാൻ കഴിയുന്നു എന്നുള്ളതാണ്. ഒരുപാട് ലക്ഷറി ഷോപ്പുകളുണ്ട്. എനിക്ക് അതൊക്കെ പോയി എടുക്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ അത്രയും നീണ്ടുപോകും. നമ്മൾ തന്നെ രണ്ടാം മോളിൻ്റെ വീഡിയോസ് ഇട്ടപ്പോൾ അതിൽ വോയിസ് കൊടുത്തിട്ടില്ല. കാരണം ഇവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഇവിടെയുള്ള ആളുകൾ, പബ്ലിക്കലി ഇവിടെയുള്ള ആളുകളുടെ വീഡിയോസ് എടുക്കുന്നത് അത്ര നല്ല കാര്യമില്ല എന്നുള്ളത് മുന്നേ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ വീഡിയോ പിടിച്ച് നടന്ന് വോയിസൊക്കെ ഇട്ട് നടക്കുമ്പോൾ ഖത്തർ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് സൈലൻ്റ് ഏരിയയാണ്. അപ്പോൾ നമ്മൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ടാണ് മൗനം പാലിച്ച് ഇങ്ങനെ ആളില്ലാത്ത ചെറിയ ചെറിയ ഭാഗങ്ങളൊക്കെ എടുത്തിട്ട് എന്ത് ചെയ്യുന്നത്. ഇത് വീഡിയോസൊക്കെ എടുക്കുന്നത്. ഇത് നമുക്ക് ഈ ഒരു ഫാബ്രിക്കേഷൻസ് ഡ്രസ്സിൻ്റെ ഷോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സാധാരണക്കാർക്കും അക്സെപ്റ്റബിൾ ആയിട്ടുള്ള പ്രൈസാണ്. ഇത് മുന്നേ ഞാൻ അവിടെ നിന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു. യൂറോപ്പിലും എല്ലായിടത്തും ഉണ്ട് വരെ ഈ ഷോപ്പ്. അപ്പോൾ നമ്മളിങ്ങനെ നടന്നു വരുമ്പോൾ എന്താ പറയുക, ഒരു കുട്ടിക്കാരൊക്കെ സൗണ്ടാണ് ഉണ്ടാവും. പാവം, എന്തെങ്കിലുമൊക്കെ നമ്മുടെ മക്കളാണെങ്കിലും ആഗ്രഹിക്കുമല്ലോ, അതാണ്. അപ്പോൾ അത് എന്താണെന്നറിയില്ല, കുട്ടികളുടെ ഫീലിങ്സ് എനിക്കറിയില്ല. ഇതൊരു ബ്യൂട്ടി സലൂണാണ്. ഇതിൻ്റെ ഉള്ളിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അതുപോലെ നമ്മൾ നീട്ടിപ്പരുത്തി വീഡിയോ എടുത്ത് കുറേ വോയിസ് ഇട്ടൊന്നും കാര്യമില്ല. എല്ലാവരും വെൽക്കം ടു ഖത്തർ, ഹബീബി വെൽക്കം ടു ദുബായ് ഖത്തർ എന്നൊക്കെ പറഞ്ഞ പോലെ നമ്മൾ പൈസ ഉള്ളവരൊക്കെ പരമാവധി അവരുടെ പൈസ എന്ത് ചെയ്യാം, അവരുടെ സന്തോഷത്തിന് വേണ്ടി ചിലവാക്കുക. അതുപോലെ തന്നെ പാവങ്ങൾക്കും വേണ്ടി ചിലവാക്കുക. ഇതൊരു ഹോം എന്താ പറയുക, നമുക്ക് വീട്ടിലേക്കുള്ള സാധനങ്ങളാണ് മൊത്തം ഇവരുടെ ഷോപ്പ്. ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഹൗ മച്ച് വലിയൊരു എന്താ പറയുക, വലിയ ഷോപ്പിന് കേട്ടോ. ഇവിടെ ഒരുപാട് ഹോട്ടൽസ്, 5 സ്റ്റാർ 7 സ്റ്റാർ ഹോട്ടൽസ്, അതുപോലെ തന്നെ എന്താ പറയുക, എൻ്റർടൈൻമെൻറ്റ്, ഫുഡ് കോർട്ട്, ലക്ഷറി ഷോപ്പിംഗ് സെൻറ്ററുകൾ എല്ലാം ഉണ്ട്. അപ്പോൾ പാവങ്ങൾക്ക് വേണ്ടി ചിലവാക്കുമ്പോൾ, അവനവൻ്റെ പൈസ അവനവൻ്റെ സന്തോഷത്തിന് വേണ്ടി ചിലവാക്കുമ്പോഴൊക്കെ എന്താണ് എക്സ്പെൻസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ജീവിതത്തിൽ നല്ല ഹാപ്പി ആയിരിക്കും. ഒരുപാട് സ്ട്രെസ്സ് കുറഞ്ഞ് കിട്ടും. നമുക്ക് സന്തോഷമായിട്ട് ഒരുപാട് കാലം ജീവിക്കാൻ പറ്റും. ആഗ്രഹിക്കുന്നവർ ആ രീതിയിൽ ചെയ്യുക. കഷ്ടപ്പാടും പ്രയാസങ്ങളൊക്കെ ഉള്ള പാവങ്ങൾ എന്ത് ചെയ്യുക, അവർക്കനുസരിച്ചിട്ടുള്ള ഹാപ്പിനെസ് കണ്ടെത്തുക. അപ്പോൾ ഞാനൊക്കെ ഏറ്റവും ലോ ഫാമിലിയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനും എൻ്റേതായ തരത്തിൽ എൻ്റർടൈൻ ചെയ്യുന്നു. അങ്ങനെയാണ്. നിങ്ങൾക്ക് വീഡിയോസൊക്കെ കാണുമ്പോൾ അറിയാമല്ലോ അല്ലേ, ഒരുപാട് ജ്വല്ലറീസ്, ഇത് ആ ഒരു സെക്ഷനാണ് കേട്ടോ. ഒരുപാട് ഗോൾഡ്, വൈറ്റ് ഗോൾഡ് എല്ലാം ഉണ്ട്. ഇനിയിപ്പോൾ വുമൻസിൻ്റെ പ്രയർ റൂം കാണിച്ചില്ല എന്ന് വേണ്ട, ഇതാ വുമൻസിൻ്റെ പ്രയർ റൂമാണിത്. അവിടെ നിയർ രോളി ഷോപ്പിൻ്റെ ഉള്ളിലൂടെ പോയാൽ അദീൽസ് ഗോൾഡ് ജ്വല്ലറിയുടെ അടുത്ത് കൂടെ പോയാൽ അത് കാണാൻ പറ്റും. ഇങ്ങനെ ഒരു തല പിടിച്ച് പോയി കഴിഞ്ഞാൽ അത് അവസാനിക്കില്ല. 1 ദിവസം 2 ദിവസം 3 ദിവസമൊക്കെ എടുത്താലും അവസാനിക്കാത്ത ഒരു വലിയ ഷോപ്പിംഗ് മോളാണ് ഈ സിറ്റി സെൻറ്റർ, അതുപോലെ വാൻഡ മോളൊക്കെ.
അതുപോലെ ദോഹ ഫെസ്റ്റിവൽ സിറ്റിയൊക്കെ ഒത്തിരി ഉണ്ട്. ഒരുപാട് സെക്ഷന്, ഒരുപാട് 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 എന്താ പറയുക, ഞാൻ തന്നെ ഏത് വഴിക്ക് വന്ന് ഏത് വഴിക്ക് പോകണമെന്ന് എനിക്കെന്നെ അറിയില്ല. അങ്ങനെ ഒരുപാട് ലക്ഷറി ആയിട്ടുള്ള ഷോപ്പിംഗ് സെൻറ്ററുകൾ ഈ സിറ്റി സെൻറ്ററിൻ്റെ ഉള്ളിൽ, ഒരുപാട് ലക്ഷറി ആയിട്ടുള്ള ഷോപ്പുകൾ ഇതിൻ്റെ ഉള്ളിലുണ്ട്. മദർ കെയറിൻ്റെ കുട്ടികളുടെ ഒരു ഷോപ്പാണത്. പിന്നെ എല്ലാം റിച്ചായിരിക്കും. സാധാരണക്കാരന് ഒരിക്കലും അങ്ങനെ ഇവിടെ ഒരുപാട് സ്പ്ലാഷിൻ്റെ ഇങ്ങനെ ഒരുപാട് ഷോപ്പിംഗ് ചെയ്യാൻ പറ്റിയ ലക്ഷറി ഷോപ്പുകൾ ഇതിൻ്റെ ഉള്ളിലുണ്ട്. ബ്രാൻഡ്സ് ഫോർ ലെസ്, ഇതൊരു ഫാബ്രിക്കേഷൻ ഷോപ്പാണ്. വുമൻസ് എല്ലാം ഉണ്ട്. നമുക്ക് ഇതിലൊന്ന് കയറാം അല്ലേ. ബ്രാൻഡ്സ് ഫോർ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം അല്ലേ. നമ്മൾ ആഗ്രഹിക്കുന്നത്, നമ്മൾ കാണാത്ത, എവിടെയും കിട്ടാത്ത സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, എവിടെയെങ്കിലൊക്കെ ഇങ്ങനെ കറങ്ങി നടക്കുമ്പോൾ കാണാൻ പറ്റും. എനിക്കിതൊരു ഫ്ലാസ്ക് വേണ്ടിയായിരുന്നു. 49 റുപ്പീസ്. ചായ ഉണ്ടാക്കിയിട്ട് വണ്ടി വെച്ച് കൊണ്ടുപോയി കുടിക്കുക. കാരണം ഒരു ചായക്ക് 10 രൂപയൊക്കെ, ഞാനൊക്കെ പോകുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ ലക്ഷറി ഏരിയയാണ്. അപ്പോൾ ചായക്ക് തന്നെ 10 രൂപ കൊടുക്കണം. അപ്പോൾ നമ്മുടെ അടിപൊളി ചായ ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോയാൽ എനിക്ക് തോന്നുന്നത് ഉപകാരപ്പെടും. പൈസ അങ്ങനെ സേവ് ചെയ്യാൻ പറ്റും. കാരണം അത്രയും 10 രൂപ 5 രൂപ കൂടെ ചായ കുടിക്കാൻ പറ്റില്ല. നമ്മൾ ഗൾഫിൽ നിന്നൊക്കെ പണ്ട് കാലങ്ങളിൽ ആളുകൾ വരുന്ന പെട്ടി തുറക്കുമ്പോൾ ഒരു മണം ഉണ്ടല്ലോ, ഗൾഫിലെ മണം, അതാണ് ഇവിടെ കൂടുതൽ നമുക്ക് കിട്ടുക. അപ്പോൾ ഞാൻ ആ ഫ്ലാസ്ക് മേടിക്കാൻ തന്നെ പോകണം. ആ ഫ്ലാസ്ക് നോക്കട്ടെ ഒന്നും കൂടെ പോയിട്ട്. നിങ്ങൾ എൻ്റെ വീഡിയോയുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ. മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് കുറേ കഴിഞ്ഞ് ഇങ്ങനെ നമുക്ക് മാറ്റങ്ങളുണ്ടാവും. അങ്ങനെ ഞാൻ ഈ ഒരു ഫ്ലാസ്ക് വാങ്ങിച്ചു. ഉള്ളിൽ ഗ്ലാസ്സൊക്കെ ഉള്ളതാണ്. കുഴപ്പമില്ല, അടിപൊളി. നിങ്ങളെ അഭിപ്രായമൊക്കെ അറിയിക്കട്ടോ. അടിപൊളിയല്ലേ? ഇതിന് വരുന്നത് 15. ഈ ബൗൾ കപ്പിന് വരുന്നത് 15 ഖത്തർ റിയാലാണ്. അങ്ങനെ നമുക്കിങ്ങനെ മേടിക്കാൻ നിൽക്കുകയാണെങ്കിൽ ഒത്തിരി സാധനങ്ങൾ മേടിക്കാൻ തോന്നും. എല്ലാം ഇങ്ങനെ ഷോക്കേസിലൊക്കെ ഇങ്ങനെ നിറച്ച് വെക്കാനും ഭംഗിക്ക് വേണ്ടിയിട്ടൊക്കെ അല്ലേ. ഇതൊരു സെറ്റ് വരുന്നു. നമ്മളിതിൻ്റെ ബില്ലടക്കുകയാണ്. ഓപ്പൺ, ഐ ജസ്റ്റ് ഓപ്പൺ. ഗ്യാരണ്ടി ഒന്നും ഇല്ലയെന്നാണ് പറഞ്ഞത് പുള്ളി ഇങ്ങനെ ചെക്ക് ചെയ്യുന്നുണ്ട്. ഒരു സിമ്പിൾ ഒരു പർച്ചേസും കൂടെ നടത്തി. ഇതാണ് ഷോപ്പിംഗ് മോൾ. അങ്ങനെ നമ്മളിവിടുന്ന് ഈ ഒരു ഷോപ്പിംഗ് കഴിഞ്ഞ് ഇറങ്ങി. അപ്പോൾ എൻ്റെ ഒരു 49 രൂപ പോയി കിട്ടി. ഇതാണ് ഇങ്ങനെയുള്ള ഷോപ്പിംഗ് മോളിലൊക്കെ വന്ന് വീഡിയോ എടുക്കുമ്പോഴും കറങ്ങുമ്പോഴുള്ള പ്രശ്നം. പൈസ പോണത് അറിയില്ല. എന്തെങ്കിലുമൊക്കെ നമുക്ക് അത്യാവശ്യമായിട്ട് വരും. ഇനി നമ്മൾ പോകുന്നത് ഫുഡ് കോർട്ടറിലേക്കാണ്. സിറ്റി സെൻറ്ററിലെ ഫുഡ് കോർട്ട്. ഓക്കെ, സ്പോർട്സ് കോർണർ, LI ലിങ്ക്, അതാണ് പറയുന്നത്. ഇവരുടെ പ്രൈവസിൽ കയറി നമ്മൾ ഇടങ്ങാറാക്കിയത്. അതുകൊണ്ടാണ് വീഡിയോസൊന്നും എടുക്കാതെ കേട്ടോ. ഇത് കുട്ടികളുടെ ഒരു ഫന്നി പാർക്കാണ്. അടിപൊളിയാണ്. നല്ല നോക്കി കേട്ടോ. കുട്ടികൾ ഫുള്ളായിട്ട് എൻജോയ് ചെയ്യണം. ഗെയിമൊക്കെ കണ്ടില്ലേ? നമ്മുടെ മക്കളൊക്കെ അവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയുണ്ടാവില്ല. ഇതിലെല്ലാം കയറേണ്ടി വരും. എന്തായാലും നമ്മുടെ എൻ്റർടൈൻമെൻറ്റ് വീഡിയോയിൽ ഇതൊക്കെ ഉൾക്കൊള്ളിക്കണം. നമ്മൾ മൈ കിച്ചൻ്റെ കുക്കിംഗ് മാത്രമല്ല, എൻ്റർടൈൻമെൻറ്റ് കൂടി ഉള്ളത് കൊണ്ട് ആണ് ഈ വീഡിയോസൊക്കെ മൈ കിച്ചണിൽ അപ്ലോഡ് ചെയ്യുന്നത്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളൊക്കെ നൽകി എന്നെ പ്രോത്സാഹിപ്പിക്കുക. ഓക്കെ ഗൈസ്,
വളരെ കളർഫുള്ളായിട്ടാണ് അറേഞ്ച്മെൻറ്റ്. അതാണ് കൂടുതൽ അട്രാക്റ്റ് ചെയ്യുന്നത്. വളരെ കളർഫുള്ളാകുമ്പോഴല്ലേ എന്തൊരു രസം, എന്തൊരു ഭംഗിയാണ്. ഓരോ രസം തന്നെ അല്ലേ. ദോഹ ഖത്തറിലുള്ള ഫാമിലീസൊക്കെ ഇടയ്ക്ക് ഇതിങ്ങനെ കണ്ടാസ്വദിക്കാനൊക്കെ ആയിട്ട് ഇറങ്ങുക. നാട്ടിലുള്ളവർക്കൊക്കെ കഴിയുമെങ്കിൽ എന്ത് ചെയ്യുക, പുറം ലോകമായിട്ടൊക്കെ ബന്ധപ്പെടാൻ ശ്രമിക്കുക. ഓരോ എക്സ്പീരിയൻസാണ് ഓരോ നാടിൻ്റെ കൾച്ചർ, അവരുടെ ആ ഫെസിലിറ്റി, അതെല്ലാം നമുക്ക് എന്താണ് പഠിക്കാനും മനസ്സിലാക്കാനുണ്ട്. എന്നാലും നമ്മുടെ നാടാണ് കേട്ടോ ബെറ്റർ. നമ്മുടെ മതേതരത്വ ഇന്ത്യ, കേരളം, ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുന്നതൊക്കെ വളരെ എന്താണ് എക്സലൻ്റാണ്. അതിനൊന്നും കവിച്ച് വെക്കാൻ യൂറോപ്പ് കൺട്രീസൊക്കെ വളർന്നെങ്കിലും പക്ഷേ നമ്മുടെ സംസ്കാരത്തെ കവിച്ച് വെക്കാൻ ആർക്കും കഴിയുകയില്ല. അത്രയും നല്ല സംസ്കാരമാണ് നമ്മുടേത്. അതാരും കളഞ്ഞു പിടിക്കരുത്. എന്നും എപ്പോഴും അത് നിലനിർത്തിക്കൊണ്ട് എല്ലാവരും മുന്നോട്ട് പോകാൻ പരിശ്രമിക്കുക. ഇപ്പോൾ തൽക്കാലം ഞാൻ ഇവിടുന്ന് നമ്മുടെ കുട്ടികളുടെ ഫൺ പാർക്കിൽ നിന്ന് ഇറങ്ങിയാണ് കേട്ടോ. കുട്ടികളെ കാണുമ്പോൾ നമ്മുടെ മക്കളെ ഓർമ്മ വരുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ സൈഡിൽ മൊത്തം ഫുഡ് കോർട്ടിൻ്റെ ഓരോ ഏരിയകളാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു ഏരിയ അങ്ങനെ കവർ ചെയ്ത് തിരിച്ച് വേറൊരു ഭാഗത്തേക്ക് പോവാണ്. ഇത് നമ്മൾ വന്ന വഴിയാണ് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു ഭാഗത്തേക്ക് ഇവിടെ വലിയ എന്താ പറയുക, നമ്മുടെ കല്യാണ മണ്ഡപത്തിലെ ഫുഡ് കോർട്ട് പോലെ വലിയ ഹോളാട്ടോ. മാഷാ അല്ലാഹ്. ഇവിടെ വാഷിംഗ് റൂം, ഫുഡ് കോർട്ട്, റെസ്റ്റ് റൂം എല്ലാം ഉണ്ട്. ഒന്ന് പോയി നോക്കാം. ഇവിടെ ബ്രാൻഡ് ഫോർലെസിൻ്റെ ഒരു സൈഡാണ് കേട്ടോ. നമ്മൾ നേരത്തെ കയറിയില്ലേ. നമുക്ക് ലെസ്സൊന്നും ചെയ്തൊന്നുമില്ല. 49 തന്നെയാണ് അതിന് വാങ്ങിച്ചത്. പക്ഷേ എനിക്കത് അത്യാവശ്യമായിരുന്നു. കുറേ മാസങ്ങളോളായി ഞാനത് ആഗ്രഹിക്കുന്നു. ഇവിടെ എന്ത് ചെയ്യാന്നറിയോ, ഇവിടെ കുറച്ച് നേരമൊക്കെ റെസ്റ്റ് ചെയ്യുക, ചായ കുടിക്കുക. അങ്ങനെ ഒരു ചെറിയ ചായക്കട ഉണ്ട് ഇവിടെ, ബെയ്ത്ത് ഷായ്. ഇവിടെ ഡ്രൈവേഴ്സ് അതുപോലെ തന്നെ വെയിറ്റിംഗ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഇരിക്കുക. ഇവിടെ നമുക്ക് അങ്ങനത്തെ ഒരു ഹോളോ കേട്ടോ. അപ്പോൾ അവിടെ നമുക്ക് കടികളൊക്കെ ഉണ്ട്. ഈ ഹൗസ് ഓഫ് ടീലൊന്ന് നോക്കി നോക്കാം. അപ്പോൾ ഞാൻ 1 രൂപയുടെ ഒരു ചായ, സമൂസ എത്ര വെച്ച്? അതെ, ഒരു 3 റിയാൽ എക്സ്പെൻസിൽ. ഇവിടെ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ കോമൺ ആയിട്ടുള്ള വീഡിയോ എടുക്കാം. ഒരു ഷോപ്പിന് മാത്രം കേന്ദ്രീകരിച്ചെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ കൂടുതൽ ചായ വാങ്ങിച്ചു. ആ ഷോപ്പ് പോലും നമുക്ക് എടുക്കാനുള്ള പെർമിഷൻ ഇല്ല. അവിടെ നിന്ന് പെർമിഷൻ എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് പൈസയ്ക്ക് വേണ്ടിയിട്ടൊന്നുമല്ലല്ലോ, എന്നാലും നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും ചെയ്യാൻ പാടില്ല എന്നാണ് ഇപ്പോൾ ഞാൻ അറിഞ്ഞത്. അതുകൊണ്ട് ഗൈസ്, എൻ്റെ ഒരുപാട് വീഡിയോസ് ഞാൻ കട്ട് ചെയ്യണതിൽ കോമൺ ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെ ഞാനെടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഖത്തർ എന്താ പറയുക, ഭയങ്കര സെക്യൂരിറ്റിയാണ്, ഭയങ്കര പ്രൈവസി കീപ്പ് ചെയ്യുന്നുള്ളത്, ഒരു രക്ഷയില്ല. പിന്നെ വലിയ ക്യാമറകൾക്കൊന്നും അലൗട്ടില്ല. മൊബൈലിൽ ഇങ്ങനെ കോമൺ ആയിട്ട് എടുക്കാമെന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഓക്കെ ഗൈസ്, നമ്മുടെ വെൽക്കം മൈ കിച്ചൻ്റെ ഫുഡ് റെസിപ്പീസ് ഇൻഷാ അല്ലാഹ് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. കാരണം എനിക്ക് മനസ്സിലായിട്ടുണ്ട് അത്. കാരണം ഒരുപാട് വീഡിയോസ് നമ്മൾ പുറത്തൊക്കെ ചെയ്തിട്ട് നമുക്ക് അതിനെ വ്യൂസ് കിട്ടുന്നുണ്ട്. അത് ചിലപ്പോൾ ഇവർ അലൗട്ട് ചെയ്യാത്തതുകൊണ്ടായിരിക്കും, പ്രൊമോട്ട് ചെയ്യാത്തത്. എന്താണ് നമ്മൾ ചായ കുടിക്കാൻ പോയ ഒരു ഏരിയ കേട്ടോ. ഇവിടെ പ്രയർ റൂം, വാഷിംഗ് റൂം, ചായ കുടിക്കാനുള്ള എല്ലാ ഏരിയ ഉണ്ട്. സാധാരണക്കാരന് പറ്റിയ 2 ചായക്കടയുണ്ട് അവിടെ. അപ്പോൾ നമ്മൾ അടുത്തൊരു സ്പോട്ടിലേക്ക് പോകണം. ഇവിടെ നമ്മൾ ചോദിച്ചറിഞ്ഞപ്പോൾ മനസ്സിലാക്കാൻ പറ്റിയത് ഷോപ്പുകളൊന്നും വീഡിയോ എടുക്കാൻ പാടില്ല. ജസ്റ്റ് നമ്മൾ സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ മേടിക്കണമെങ്കിൽ അത് ജസ്റ്റ് നോക്കാം. അല്ലാതെ ആളുകളെയോ മറ്റ് ആ ഷോപ്പിനെ കുറിച്ചോ അല്ലെങ്കിൽ നെഗറ്റീവോ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യവും പറയാൻ പറ്റില്ല. ഒരാളുടെയും വീഡിയോസ് നമ്മളിങ്ങനെ കോമൺ ആയിട്ട് എടുക്കുമ്പോൾ തന്നെ പകർത്താൻ പാടില്ല. ആളുകളൊന്നും ഫാമിലീസൊക്കെ ഉണ്ടല്ലോ, കുട്ടികൾ, അവരൊന്നും എടുക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. വളരെ പ്രയാസം കേട്ടോ നമുക്ക്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഇങ്ങനെയുള്ള പുറത്തെ പബ്ലിക് വീഡിയോസൊക്കെ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത് കോമൺ ആയിട്ട് ഇങ്ങനെയൊക്കെ എടുക്കാം, ആരുമില്ലാത്ത സ്ഥലം ഷോപ്പിങ്ങിൻ്റെ. അല്ലാണ്ട് പുറത്ത് വീഡിയോസൊന്നും എടുക്കാൻ അനുമതിയില്ല. ഇതിപ്പോൾ ആൾക്കാരൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഇത് നമ്മൾ ഷോപ്പിംഗ് മാളിൻ്റെ 1 to 2nd ഫ്ലോറിലാണ് ഉള്ളത്. 3, 4 ഉണ്ട്. അപ്പോൾ ആളില്ലാത്ത ഇങ്ങനെ എംപ്റ്റി ആയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ എടുക്കാം, എന്നിട്ട് പറയാം. ആളുകൾ നമ്മൾ ഉൾപ്പെടുത്താറില്ല, എനിക്ക് ആദ്യം മനസ്സിലായിട്ടുണ്ട്. ഇവിടെ ഒരു അൻസാൽ ഗാലറി ഉണ്ട് കേട്ടോ മുകളിൽ. ഇവിടെ നിന്ന് നോക്കിയൊക്കെ കണ്ടതാണ്. നമുക്ക് അവിടെ നിന്ന് പോവാം.
ഫുഡ് കോർട്ട് നമ്മൾ പോയി വന്നതാണ്. പിന്നെ റൗണ്ടിൽ സ്പോർട്സിൻ്റെ ഒരു ഷോപ്പുണ്ട്, വലിയ ഷോപ്പ്. അങ്ങനെ ഒരുപാട് ലക്ഷറി ആയിട്ടുള്ള ഒരുപാട് ഷോപ്പുകൾ ആണ് സിറ്റി സെൻറ്ററിൻ്റെ ഉള്ളിലുള്ളത് കേട്ടോ. സ്പെഷ്യൽ ഓഫറുകളൊക്കെ ഉണ്ട്. ചില ആളുകളൊക്കെ വീഡിയോ എടുക്കുമ്പോൾ നമ്മളോട് ഹായ് പറയും. ആ ഒരു പോസിറ്റീവ് കൂടെ നമ്മൾ പറയണമല്ലോ. അവർക്കൊന്നും കുഴപ്പമില്ല. ചില ആളുകൾക്ക് ഭയങ്കര ഇഷ്യൂസാണ്. കാരണം നമ്മുടെ നാട് പോലെയല്ല. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കുട്ടികളാണെങ്കിലും വലിയവരാണെങ്കിലും ഒന്ന് പുറത്ത് പോയി എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടി പോകുമ്പോഴൊക്കെ അതൊക്കെ വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ട് നാറിക്കുന്നത് പോലെ ഇവിടെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതൊരു വലിയൊരു ഇഷ്യമാണല്ലോ. അതുപോലെ ഇവിടെയൊക്കെ അങ്ങനെയൊക്കെ വരുന്നവരും പോകുന്നവരൊക്കെ ചിലപ്പോൾ ഉണ്ടെങ്കിൽ അതൊക്കെ ഈ വീഡിയോയിൽ കുടുങ്ങുമ്പോഴൊക്കെ അവർക്കത് ഭയങ്കര അവരുടെ പ്രൈവസിയിൽ കയറി. ഇവിടെ പ്രൈവസിക്ക് ഭയങ്കര പ്രാധാന്യം കൊടുക്കുന്ന സ്ഥലമാണ് ഖത്തർ. ഒരാളുടെയും പ്രൈവസിയിൽ കയറി ഇടപെടാൻ പാടില്ല. അപ്പോൾ ഇതാണ് അൻസാർ ഗാലറി കേട്ടോ. ഇവിടെ നമ്മൾ കാരിഫോർ പോലെ തന്നെ എല്ലാം ഉണ്ട്. ഫുഡ് ഐറ്റംസും ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ സംഭവമുണ്ട്. സ്പോർട്സിൻ്റെ ഒരു ടെന്നീസ് കോർട്ടുണ്ട് ഇവിടെ. നമുക്കതൊന്ന് കണ്ടോക്കാം. അവരൊക്കെ കളിക്കുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ വന്ന് ഇരിക്കട്ടോ. എന്തായാലും ഒരു 4-5 മണിക്കൂർ എൻ്റർടൈൻ ചെയ്യാൻ പറ്റിയ അടിപൊളി സ്ഥലം തന്നെയാണ് ദോഹ സിറ്റി സെൻറ്റർ. ഞാൻ തന്നെ 2 മണിക്കൂറായി, എവിടെ എത്തിയിട്ടില്ല. വെറുതെ ഇങ്ങനെ കോമൺ ആയിട്ട് ലിവിങ് ഏരിയകളൊക്കെ ഇങ്ങനെ നടന്നു പോകുന്ന സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ എടുത്ത് വീഡിയോയിൽ പകർത്താണ്. കാരണം പാവപിടിച്ച് നമുക്ക് ഇങ്ങോട്ട് എത്താൻ പറ്റിയില്ലെങ്കിലും ഈ കാഴ്ചകളൊക്കെ കാണാൻ നമ്മൾ അടുത്ത ആളുകളിൽ നിന്ന് കാണുമ്പോഴൊക്കെ രസമായിരിക്കും എന്നുള്ളത് കൊണ്ടാണ് വീഡിയോസൊക്കെ ഇടുന്നത്. അപ്പോൾ അവർ നല്ല കളിയിലാട്ടോ. ഇത് പ്രത്യേക ചാർജൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ മെമ്പർഷിപ്പ് അങ്ങനെയൊക്കെ ഉണ്ടാവും. എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ എത്ര സിറ്റി സെൻറ്ററിൻ്റെ 4ാമത്തെ നിലയിലുള്ളത്. മാഷാ അല്ലാഹ്. സെക്യൂരിറ്റിയോട് ചോദിച്ചപ്പോഴും അവരാ തന്നെ പറഞ്ഞത് നമ്മൾ ഷോപ്പ് ഈ സിറ്റി സെൻറ്ററിൻ്റെ ഉള്ളിലുള്ള ലക്ഷറി ഷോപ്പുകളൊക്കെ അല്ലേ, അതിൽ പോയിട്ട് ഒന്നും എന്ത് ചെയ്യാൻ പാടില്ല, വീഡിയോസൊന്നും എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞത്. നമ്മൾ താഴോട്ട് പോകണം. അപ്പോൾ അത്തരം ഇഷ്യൂസൊന്നും നമുക്ക് ആവശ്യമില്ല. നമ്മൾ പാവപ്പിടിച്ചവനാണ്, നമുക്കതൊന്നും സഹിക്കാനോ താങ്ങാനുള്ള ശേഷിയില്ല. അപ്പോൾ ഇങ്ങനെയുള്ള പബ്ലിക് ഏരിയകൾ കോമൺ ആയിട്ടൊക്കെ ഇങ്ങനെ എടുക്കാമെന്ന് പറഞ്ഞത്. ഒരു ഷോപ്പിൻ്റെയോ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലുടെയോ ഉള്ളിൽ പോയിട്ട് എടുക്കാനൊന്നുള്ള പെർമിഷനില്ല. ഇവിടെ ഉണ്ട് കേട്ടോ വാഷിംഗ് ആൻഡ് പ്രയർ റൂം ഒത്തിരി സ്ഥലങ്ങളിലുണ്ട്. അങ്ങനെ 4 ഫ്ലോറിലായിട്ട് നീണ്ടു കിടക്കുകയാണ് കേട്ടോ ഇവിടെ. ഈ ഫുഡ് കോർട്ട് ആ അറ്റത്തുണ്ട്, ഈ അറ്റത്തുണ്ട് കേട്ടോ. അവിടെയുണ്ട്, പക്ഷേ അവിടെയും കാണാം. അവിടെ ഒരു R&Bയുടെ കിഡ്സിൻ്റെ ഷോപ്പുണ്ട്. പക്ഷെ നമുക്ക് രക്ഷയില്ല കേട്ടോ, ഒന്നും എടുക്കാൻ പാടില്ല. സ്വാതന്ത്ര്യമൊക്കെ ജന്നാത്തുൽ ഫിർദൗസിൽ പോയാലും ഉണ്ടാവുള്ളൂ. ദുനിയാവിൽ ആരും വല്ലാണ്ട് സ്വാതന്ത്ര്യം ആഗ്രഹിക്കേണ്ട, ഉള്ളതിൽ ഒതുങ്ങി ജീവിക്കലാണ് നല്ലത്. എനിക്ക് തന്നെ അറിയില്ല ഞാൻ എവിടെ നിന്ന് വന്നത് എങ്ങനെ പോകണം എന്നുള്ളത്. തിരിഞ്ഞ് കളിക്കുകയാണ്. അപ്പോൾ എനിക്ക് എക്സിറ്റ് കിട്ടുന്നില്ല താഴോട്ട് ഇറങ്ങാൻ. ഇത് വീട് മുകളിലോട്ട് തന്നെ പോകുന്നു. എക്സലേറ്റർ പോയി പറ്റില്ല, ലിഫ്റ്റ് ഉണ്ട്. വല്ല സ്ട്രൈക്കേഴ്സ് പിടിച്ച് ഇറങ്ങി പോവാം. അങ്ങോട്ട് പോയോക്കട്ടെ, അവിടെ വല്ലതും ഉണ്ടാവും. ഓപ്റ്റിക്സ് സെൻറ്റർ, മാക്സിൻ്റെ ഒരു ഷോപ്പുണ്ട്, അഡിഡാസിൻ്റെ. പിന്നെ സൺ സ്റ്റാൻഡേർഡ്, സ്പോർട്സ്, കൊളംബിയ, അങ്ങനെ ഒത്തിരി ഷോപ്പുകളുണ്ട് കേട്ടോ. നന്ദോസ്, ഇതൊരു വലിയൊരു, നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ ഒരു വലിയൊരു ഫുഡ് കോർട്ടാണ് ഈ സൈഡിലുള്ളത്. ഇവിടെ വെസ്റ്റ് ഫുഡ് കോർട്ടാണ് കേട്ടോ. കണ്ടോ, അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ചായക്കടകൾ ഇങ്ങനെ ഒത്തിരി ഉണ്ട്. അപ്പോൾ ഇവിടെ താഴോട്ട് ഇറങ്ങാനുള്ള എക്സലേറ്റർ ഉണ്ട് കേട്ടോ. അതുപോലെ സിനിമാ തിയേറ്റർ ഉണ്ട്, വലിയ സിനിമാ തിയേറ്റർ കേട്ടോ. ഇതിൽ ഒരുപാട് ചിലപ്പോൾ ഷോകളൊക്കെ കളിക്കുന്നുണ്ടാവും. ഒത്തിരി പോസ്റ്ററുകൾ അവിടെ ഉണ്ട്. അവിടെ ടിക്കറ്റ് എടുക്കുന്ന സ്ഥലമുണ്ട്, നമുക്ക് ഓൺലൈനായിട്ട് ടിക്കറ്റ് എടുക്കാം. ഒത്തിരി പടങ്ങൾ കളിക്കുന്ന ഹിന്ദി, ബോളിവുഡ്, ഹോളിവുഡ്, മമ്മൂട്ടിയുടെ പടമൊക്കെ ഉണ്ട്, ഇംഗ്ലീഷ്. അപ്പോൾ എല്ലാ ഫുഡ് കോർട്ടുകളും ഇതിൻ്റെ ഉള്ളിലുണ്ട്, എല്ലാ ബ്രാൻഡഡ് ആയിട്ടുള്ള ഫുഡ് കോർട്ടുകളും ഉണ്ട്. നമ്മളിങ്ങനെ താഴോട്ട് പോകണം. സിറ്റി സെൻറ്റർ പഴയ ഖത്തറിലെ ഷോപ്പിംഗ് മോളാട്ടോ.
സാംസങ് ഇലക്ട്രോണിക്സ്. ഇവിടെ മാംഗോയുടെ ഫാബ്രിക് ഷോപ്പുണ്ട്. ഒത്തിരി വലിയ സംഭവം കേട്ടോ. നമ്മൾ പുറത്തുനിന്ന് കാണുന്ന പോലെയല്ല, വലിയ ഷോപ്പിംഗ് മോൾ തന്നെയാണ്. സിറ്റി സെൻറ്റർ, ദോഹ, ഖത്തർ. ഹബീബി കം ടു ദോഹ. അപ്പോൾ എല്ലാവരും ഞാൻ ദോഹ ഖത്തറിലെ സിറ്റി സെൻറ്ററിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് ഇഷ്യൂസ് ഒന്നും ഉണ്ടാകാൻ പാടില്ലല്ലോ, അതുകൊണ്ട് കേട്ടോ. കാരണം ഇനിയും ഒരുപാട് വീഡിയോസ് ഇതിൻ്റെ ഉള്ളിൽ എടുക്കാനുള്ള നമുക്ക് അലോട്ടഡ് ആയിട്ടുള്ള ഏരിയകൾ തന്നെ ഉണ്ട്. പക്ഷേ എനിക്ക് ബോറടിച്ചു, നിങ്ങളെയും ബോറടിപ്പിക്കുന്നില്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനയൊക്കെ എപ്പോഴും ലൈഫ് സ്റ്റൈലിൻ്റെ ഷോപ്പ് കേട്ടോ. മാഷാ അല്ലാഹ്. ഇവിടെയൊക്കെ ഷൂസ് ഉണ്ടല്ലോ, ഒരു രക്ഷയില്ല കേട്ടോ. അടിപൊളി മേക്കപ്പ്. എവിടെ പോയാലും മേക്കപ്പിൻ്റെ ഒരു മഹാലോകം തന്നെയാണ്. അപ്പം നിങ്ങൾ ക്രോസിൻ്റെ ഒരു ഷോപ്പ് ഉണ്ടോ അവിടെ മുകളിൽ? ഷൂസ്, സ്ലിപ്പർ, ഫാൻസി ഐറ്റംസ്. നമ്മുടെ കുന്നംകുളം തന്നെയാണ് അടിപൊളി. നമ്മളെ വീഡിയോയിലുണ്ട് കേട്ടോ, വില കുറവിൽ. അപ്പോൾ അങ്ങനെ ഒരു ലോകത്തിൽ നിന്നൊരു ലോകത്തിലേക്ക് നടന്നു വീഴണം. ഏകദേശം 2 മണിക്കൂർ ആവാറായി. ഞാൻ അതിൻ്റെ ഉള്ളിലിരുന്ന് വീഡിയോസും ചായയും കുടിച്ച് പ്രയർ കഴിഞ്ഞ് നടക്കുന്നു. വലിയ ലോകം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ സിറ്റി സെൻറ്ററിലെ വലിയ ലോകത്തെ കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ട് ഇഷ്ടമായി കാണും എന്നുള്ള പ്രതീക്ഷയിലാണ്. ഇവിടെ നമ്മളെ ഷേക്ക് ജ്യൂസൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മൾ 2nd ഫ്ലോറിലെത്തി. ഇവിടെ ഒരു എൻട്രൻസ് ഉണ്ട്. കറക്റ്റായിട്ട് നമ്മൾ ലൊക്കേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ നിങ്ങളെല്ലാവരും എനിക്കൊരു ദുആ ചെയ്യുക. ഒരു പ്രശ്നമൊന്നുമില്ലാതെ തന്നെ നല്ല രീതിയിൽ നല്ലപോലെ നമുക്ക് ജീവിക്കാൻ കഴിയട്ടെ. നമ്മുടെ ഇഷ്ടത്തിനും, നമ്മുടെ ഇഷ്ടം എന്ന് പറഞ്ഞാൽ അനുവദനീയമായ ഇഷ്ടങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ, അത് നമുക്ക് പ്രാഥമികമായിട്ട് വേണ്ടതാണ്. അതെല്ലാവർക്കും അതുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ എനിക്ക് വേണ്ടി ദുആ ചെയ്യുക. ഇപ്പോൾ ഇൻഫർമേഷൻ ഞാനിവിടെ ലാസ്റ്റ് നമ്മൾക്ക് എൻട്രൻസിൽ ഒന്ന് ഇൻഫർമേഷൻ സെൻറ്ററിലൊന്ന് ചോദിക്കും, ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റുമോ? അവർ ഓക്കെ പറഞ്ഞാൽ അപ്ലോഡ് ചെയ്യും, ഇല്ലെങ്കിൽ മാസലാമ പറയും. നമ്മൾ താഴെ കണ്ട അതിനെയാണ് പ്ലാസ ഹോളണ്ട്. ഗോൾഡ് സ്റ്റോൺ താഴെയുള്ള സ്റ്റാർ ബോക്സ്. ആളുകളൊക്കെ കടന്നു വരുന്ന, നമ്മൾ നേരത്തെ കടന്നു വന്ന ഒരു ഏരിയ ആണിത്. കുട്ടികൾ കളിക്കുന്നതൊക്കെ കണ്ടോ. മൊത്തമൊക്കെ എൻജോയ് ചെയ്യണേ കുട്ടികളല്ലേ, അവരെല്ലാവരും എൻജോയ് ചെയ്യട്ടെ. അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ ഇനി അങ്ങോട്ടൊക്കെ പോകാനുണ്ട്, ഒന്നും പോകുന്നില്ല. അപ്പോൾ ഇനി താഴെ ഇറങ്ങാനുള്ള പരിപാടിയാണ്. ഒന്ന് റൗണ്ട് അടിച്ച് താഴോട്ട് ഇറങ്ങും. കാർ പാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഏരിയ തന്നെ ഉണ്ട് കേട്ടോ. അതൊക്കെ ഒരുപാട് എൻട്രൻസ് ഉണ്ട്. ആ എൻട്രൻസ് എന്ന് പറയുന്ന ഏരിയകളാണ് അതൊക്കെ. വോയിസ് ശബ്ദമില്ലാത്തതിനെ കുറിച്ചിട്ട് പരാതിപ്പെടേണ്ട. ഞാൻ മൈക്ക് വാങ്ങിച്ചിട്ടില്ല, അതുകൊണ്ടാണ് കേട്ടോ. ഇതാണ് നമ്മൾ കയറി വരുമ്പോൾ കണ്ട കുട്ടികളുടെ കളിക്കുന്നതൊക്കെ. ഇവിടുന്ന് താഴോട്ട് ഇറങ്ങാനുള്ള പരിപാടിയാണ്. എല്ലാവരും കയറി വരുന്നുണ്ട്. ഇതാണ് ഇൻഫർമേഷൻ സെൻറ്റർ. ഈ ഇൻഫർമേഷൻ സെൻറ്ററിൽ ഒന്ന് ചോദിക്കാം, എന്താണ് അവരുടെ മറുപടി എന്ന് ചോദിക്കാം. അപ്പോൾ ഒരാളെയും ഫോക്കസ് ചെയ്ത് ഞാൻ ചോദിച്ച് ഇവരാണ് നമുക്ക് അവർ നമുക്ക് അലൗട്ട് തന്നു. പിന്നെ നമ്മൾ ഒരാളെയും ഫോക്കസ് ചെയ്ത് ഫേസ് അടക്കം ഒന്നും ഫോക്കസ് ചെയ്ത് എടുക്കാൻ പാടില്ല. അപ്പോൾ ഇൻഷാ അല്ലാഹ് അപ്പോൾ ഒരു ഇൻഫർമേഷൻ കിട്ടിയത് കൊണ്ടാണ് അങ്ങനെ കോമൺ ആയിട്ട് ഇങ്ങനെ എടുക്കുന്നുണ്ട്. ഇതിൽ ആരെയും അങ്ങനെ ഫോക്കസ് ചെയ്യുന്നില്ല. ഒരു ഷോപ്പ് പ്രത്യേകിച്ചില്ല. നമ്മളൊരു പ്ലാസ്റ്റിക് വരച്ച ഷോപ്പ് ഒന്ന് കാണിച്ചു, ആ ചായ കുടിച്ചതൊന്ന് കാണിച്ചു. കാരണം ചായ സാധാരണക്കാരന് വന്നാൽ ചായ കുടിക്കാനുള്ളൊരു സ്ഥലം ഉണ്ടല്ലോ. പിന്നെ പ്രയർ റൂം, അത് എല്ലാവർക്കും ആവശ്യമുള്ളതാണ്. അപ്പോൾ ആ പ്രയർ റൂമൊക്കെ കാണിച്ച് അങ്ങനെ ഞാൻ താഴെ ഇറങ്ങി. ഗൈസ് മാഷാ അല്ലാഹ്, അങ്ങനെ പുറത്തോട്ട് എക്സിറ്റായി. ഇതാണ് സിറ്റി സെൻറ്റർ എന്ന് പറഞ്ഞ വലിയൊരു ലോകം. ദോഹയിലെ ഏറ്റവും ലക്ഷറി
റിച്ച് ആയിട്ടുള്ള ഒരു ഏരിയ ആണിത്. ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ അവിടെ. വണ്ടികളൊക്കെ പോകണം. ബൈ ബൈ, ടേക്ക് കെയർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.